ഇവിടെ ഇരിക്കുന്ന റിപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ലൈവ് പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ലൈവ് പോകണമെന്നില്ല. അതിനുശേഷം ലൈവ് പോകാനുള്ള കണ്ടന്റിലേക്ക് ഞാൻ വരാം. ഞാനിത് ആദ്യം നിങ്ങളോടൊന്ന് വിശദീകരിച്ചാൽ, കാരണം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയം കോട്ടയത്ത് പത്രസമ്മേളനം നടത്തിയിട്ടുള്ളൊരു വിഷയമല്ല, ഇതൊരു സ്റ്റേറ്റ് ഇഷ്യൂ ആണ്. അടിസ്ഥാനപരമായി മുഖ്യമന്ത്രി, ഞാനതിൻ്റെ കണ്ടന്റിലോട്ട് വീണ്ടും വരാം, എങ്കിൽ പോലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിലൊരു പ്രഖ്യാപനം നടത്തി. ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ തീരദേശ മേഖലയിലെ ഖനനം സ്വകാര്യവൽക്കരിക്കും എന്നൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊരു പത്രസമ്മേളനത്തിൻ്റെ അതിനുശേഷം ഞാൻ പറയാം. അപ്പം അതിനുശേഷം കോൺഗ്രസിനകത്തുനിന്ന് തന്നെയും ശ്രീ VM സുധീറിൻ്റെ നേതൃത്വത്തിൽ BJP അതിനെ ശക്തമായി എതിർത്തു. ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ശക്തമായ എതിർപ്പിനെ തുടർന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം, അതിനുശേഷം ഞാൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി. ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, ഒരു കാരണവശാലും പ്രൈവറ്റൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള ഒരു കൺസോർഷ്യമാണ്, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു കൺസോർഷ്യമാണ് ഈ ഖനനം നടത്താൻ പോകുന്നത്. KMML ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിനെ സ്വകാര്യവൽക്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത് ഒരു പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. കാരണം തെലങ്കാന ആസ്ഥാനമായിട്ടുള്ള മിഡ്വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനി, ഈ മിഡ്വെസ്റ്റ് എന്നുള്ള കമ്പനി മെയ് മാസം 6-ാം തീയതി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഫയൽ ചെയ്തിട്ടുള്ള അവരുടെ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റെഗുലേഷൻ എന്ന് പറയുന്ന, അതായത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്പനിയും, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും, അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവർ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കണമെന്നുണ്ട്. അവരറിയിക്കാൻ വേണ്ടി ഈ മിഡ്വെസ്റ്റ് കമ്പനി വളരെ കൃത്യമായി തന്നെ ഈ NSE അറിയിച്ചേക്കുന്നത്, കേരള മെറ്റൽസ് ആൻഡ് മിനറൽസുമായിട്ട് ഞങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം, മെയ് മാസം 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിസഭ 6-ാം തീയതി വെച്ച എഗ്രിമെൻറ്റിൽ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? അല്ലേ? സ്വാഭാവികമായിട്ട് ചോദ്യമാണ്. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു അടിത്തറ 6-ാം തീയതിയാണ് ഈ എഗ്രിമെൻറ്റ് വന്നേക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്, ഈ മിഡ്വെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 6-ാം തീയതിയാണ്, മെയ് മാസം 6-ാം തീയതി. 18-ാം തീയതിയാണ് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് VD സതീശന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച, ഒരു മാസത്തിന് ശേഷം അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കരിമണൽ മേഖലയിലെ ഖനനത്തിന് സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കമ്പനിയെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ആ ബഡ്ജറ്റിൽ ആ പ്രഖ്യാപനം ഉണ്ടായത് തന്നെ കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ള ചെയ്യാനുള്ള വളരെ ബുദ്ധിപൂർവമായ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് ഈ കമ്പനി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദിസ് മൈൽസ്റ്റോൺ റീഇൻഫോഴ്സ് ദ കമ്പനീസ് diversification of strategy to establish a meaningful presence in the rare earths ecosystem. This marks one of the first collaboration between the state and the private sector in domain. അതായത് സ്വകാര്യവൽക്കരണത്തിന് വളരെ കൃത്യമായ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇൻറ്റിമേഷൻ ലെറ്റർ ഇവർ കൊടുത്തേക്കുന്ന, മിഡ്വെസ്റ്റ് കമ്പനി കൊടുത്തേക്കുന്ന ഇൻറ്റിമേഷൻ ലെറ്ററാണ്. ഈ ലെറ്ററിൽ, വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് ദ കമ്പനി ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ലീഡ് കൺസോർഷ്യം പാർട്ണർ ബൈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML and a Government of Kerala undertaking for strategy, technology development and establishment of pilot plant projects
ഫോക്കസ്ഡ് ഓൺ റെയർ എർത്ത് എലമെൻറ്റ്സ്. ശരിക്കും 2019 സംസ്ഥാന സർക്കാർ ഇത് നിരോധിച്ച് എന്തിനാണെന്നറിയോ? റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ് തോറിയം ഉൾപ്പെടെയുള്ള മോണോസൈറ്റിന് ഉള്ളിലുള്ള തോറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് പോയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ടാണ്. ഇപ്പം ഇവർ പറയുന്നത് KMML നിന്നും പൊതുമേഖലാ സ്ഥാപനമല്ല നടത്തുന്നത്. KMML അവിടുന്ന് പ്രൈവറ്റ് കമ്പനി സാധനം മേടിച്ചാൽ എന്താ കുഴപ്പം? ഈ പ്രൈവറ്റ് കമ്പനിക്ക് പോകുന്നത് ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ വാട്സപ്പിൽ അയച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും കോപ്പി എടുത്തിട്ടില്ല. ഇത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടേ വേറെ ആർക്കെങ്കിലും കൊടുക്കാവൂ എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കമ്പനിക്ക് കൊടുത്തിട്ട് മാത്രമേ മറ്റ് കമ്പനികൾക്കോ മറ്റാർക്കെങ്കിലും ഇവർക്ക് കൊടുക്കാൻ കഴിയൂ. അതിനകത്ത് ഈ ടേബിളിൽ വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നേച്ചർ ഓഫ് ഓർഡർ, selection as a lead consortium partner for execution of pilot project for processing and extraction of rare earth elements. Broad consideration or size of order contracts. No quantifiable at this stage. Project involves 100% capital investment by the company for a pilot development. Selection at lead consortium partner for execution of pilot project for processing and extraction of water. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, പ്രൊജക്റ്റ് ഇൻവോൾവ്സ് 100% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ കമ്പനി. ഈ കമ്പനി 100% ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഇനി KMML 15/4 മെയ് മാസം 15-ാം തീയതി KMML കൊടുത്ത കത്ത്, മെയ് മാസം 15-ാം തീയതി കൊടുത്ത കത്താണ്. ഈ കത്ത് പ്രകാരം ഈ കമ്പനിയെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഈ കത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഈ മിഡ്വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായി പറയുന്നു. മനസ്സിലായില്ലേ? ഈ ഡോക്യുമെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കരിമണൽ കൊള്ളയുടെ അടുത്ത ഭാഗം ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ തുടരാനുള്ള എല്ലാ കോപ്പും കൂട്ടിയിരിക്കുന്നു. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ശരിയാണ്, KMML നടപ്പിലാക്കുള്ളൂ. പക്ഷേ ഇത് നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടാം കൊള്ളയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്പനിയുടെ പേര് എറണാകുളത്ത് വെച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞില്ല. മിഡ്വെസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന തെലുങ്കാന ബേസ്ഡ് കമ്പനി. ഇത് റെഡ്ഡി, ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കോളറെഡ്ഡി രാമചന്ദ്ര എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഓൾ ടൈം ഡയറക്ടർ. അപ്പോൾ ഈ റെഡ്ഡി ഗ്രൂപ്പും ഒക്കെ ആയിട്ടുള്ള തെലുങ്കാനയും റെഡ്ഡി ഗ്രൂപ്പും ഒക്കെ നിങ്ങൾ കൂട്ടി വായിക്കുക. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ മിനറൽസ് ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നു, കേരളത്തിൻ്റെ തീരത്തുള്ള ഈ റെയർ എർത്ത് മിനറൽസ് സ്വകാര്യ കമ്പനിയുടെ കയ്യിൽ എത്തിയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്, കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു വാട്സപ്പ് നമ്പർ തന്നാൽ ഞാനിപ്പോൾ ഒരുമിച്ച് ഫോർവേഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡോക്യുമെൻ്റ് കിട്ടും. എൻ്റെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻ്റ് കിട്ടും. ഞാൻ തുടങ്ങട്ടെ. നിങ്ങൾ ഇതുവരെ റെക്കോർഡ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, തുടങ്ങാം. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലായല്ലോ? മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. കേരള നിയമസഭയെ മുഖ്യമന്ത്രി തുടങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്രസമ്മേളനമാണിത്. എന്നോടൊപ്പമുള്ള പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻ ലാൽ, കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് എന്നിവരാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ തീരദേശത്തെ ഖനനം സ്വകാര്യവൽക്കരിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിവിധ മുന്നണികളിൽ നിന്നും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി ആ നിലപാടിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും UDF-നുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പ് അതിനെക്കുറിച്ചുണ്ടായി. അതിന് മറുപടി എന്ന നിലയിൽ BJP-യുടെ
ആരോപണത്തിൻ്റെ മറുപടി എന്ന നിലയിലും അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഒരു കാരണവശാലും സ്വകാര്യ പങ്കാളിത്തം ഈ മേഖലയിൽ അനുവദിക്കുന്നതില്ല, അത് സർക്കാരിൻ്റെ അജണ്ടയിലില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു കമ്പനിക്ക് KMMLന്റെ മുഴുവൻ പ്രൊഡക്ഷനും അതിൻ്റെ മൂല്യവർദ്ധിതമായ മോണോസൈറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെലുങ്കാന ബേസ്ഡ് ആയിട്ടുള്ള മിഡ്വെസ്റ്റ് എന്ന കമ്പനിക്ക് ആയി ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനം കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കേരള നിയമസഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ പ്രസ്താവന പിൻവലിക്കുവാനും 2019 കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി KMML നടത്തിയിട്ടുള്ള ഈ ഇടപാട് റദ്ദു ചെയ്ത് കേരളത്തിൻ്റെ തീരദേശത്തെ സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയടിക്കാനുള്ള അവസരം വീണ്ടും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇത് രണ്ടാം കരിമണൽ കൊള്ളയ്ക്ക് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരും ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ്. വളരെ കൃത്യമായി തന്നെ മിഡ്വെസ്റ്റ് കമ്പനി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് റെഗുലേഷൻസിനകത്ത് വളരെ കൃത്യമായി പറയുന്നു, വി വിഷ് ടു ഇൻഫോം യു ദാറ്റ് ദ കമ്പനി ഹാസ് സെലക്ടഡ് ആസ് എ ലീഡിംഗ് കൺസോർഷ്യം പാർട്ണർ ബൈ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, a government of Kerala undertaking for strategic technology development and establishment of pilot plant project focused on rare earth elements. ഇത് മാത്രമല്ല പ്രശ്നം, ഇവർ എടുത്തിട്ടുള്ള ഈ കണ്ടീഷൻസിനകത്ത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടേ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയൂ. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനാണെന്ന് പറയുന്നത്. ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിനകത്ത് പെടുന്നതാണ് മോണോസൈറ്റും തോറിയവും. തോറിയം പോലെ അപകടകരമായ ഒരു മിനറൽ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലേക്ക് കടന്നുപോയാൽ അത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവും എന്നതുകൊണ്ടാണല്ലോ 2019 പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ കേരള സർക്കാർ അത് ഖനനം മാത്രം പൊതുമേഖലയിലാക്കിയിട്ട് ഖനനം വഴി കിട്ടുന്ന മുഴുവൻ മിനറൽസും പ്രൈവറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്ന ഈ നിലപാട് പ്രതിഷേധാർഹമാണ്. ഇതിനെ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നു. ഈ നിലപാടിൽ നിന്നും KMMLൽ നിന്നും ഈ എഗ്രിമെന്റിൽ നിന്നും KMML പുറകോട്ട് പോകണം. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. അല്ല, ഇപ്പോഴും ഇതിൻ്റെ കൺസെൻറ്റ് ഇത് KMMLനെ അവർക്ക് നിങ്ങൾക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. അതെ, ഉപകരാറാണ് വരുന്നത്. പക്ഷേ ഈ മെറ്റീരിയൽ മുഴുവൻ KMMLനകത്ത് 2 ഏക്കർ സ്ഥലം ഫ്രീ ഹോൾഡ്, വൈദ്യുതി, ഇലക്ട്രിസിറ്റി എല്ലാം ഫ്രീ ഹോൾഡ്. ഇവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിനെ സംബന്ധിച്ച് വില നിർണ്ണയിച്ചിട്ടില്ല. അതാണ് രസം. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ വില അത് പിന്നീട് നിർണ്ണയിക്കുന്നതാണ്. ഈ എടുക്കുന്ന മിനറൽസിന് വിലയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. അത് പിന്നീട് ഈ ഡോക്യുമെൻ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ മൈനിങ് എന്ന് പറയുന്ന, അതായത് 2019 സെൻട്രൽ ആക്ട് ഇത് നിരോധിച്ചുകൊണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം ഇതിന് അനുമതി കൊടുത്തുകൊണ്ടും പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ മേഖലയിൽ ഇത്തരം മിനറലുകൾ കടന്നു ചെല്ലുമ്പോൾ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുമെന്ന് പറഞ്ഞാൽ അത് ഇവിടെയും ബാധകമാണല്ലോ. അപ്പോൾ ഈ തോറിയം പോലൊരു ഇവർ ഉണ്ടാക്കുന്ന മോണോസൈറ്റ് ഉണ്ടാക്കുന്ന ഈ കമ്പനി എന്ന് പറയുന്നത് ഗ്രാനൈറ്റിൻ്റെയും ഒക്കെ എക്സ്പോർട്ടറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മിഡ്വെസ്റ്റ് കമ്പനി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ഗ്രാനൈറ്റ് എക്സ്പോർട്ടറാണ്. ഈ തോറിയം അല്ലെങ്കിൽ മോണോക്സൈഡിനകത്ത് തോറിയം അവർ ഗ്രാനൈറ്റ് ആയിട്ട് പ്ലാന്റ് ചെയ്തിട്ട് ഗ്രാനൈറ്റ് എന്ന നിലയിൽ എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഈ മോണോസൈറ്റിന് തോറിയം കണ്ടന്റ് ഇല്ലയെന്ന് ഇവർ പറയട്ടെ, രസമുണ്ട്. ഇത് സ്വകാര്യവൽക്കരണത്തെ അല്ല നമ്മൾ എതിർക്കുന്നത്. ഈ സ്വകാര്യവൽക്കരണത്തിന് പേരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള തീരത്ത് നടക്കുന്ന കൊള്ള ഇപ്പോൾ വീണ വിജയനെയും ചോദ്യം ചെയ്യുന്നത് എന്തിനാ? ഇതേ കുറ്റത്തിനാണ്. അതേ കുറ്റം
ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. പിണറായി വിജയൻ മാറി വി.ഡി. സതീശൻ വന്നു എന്നൊഴിച്ചാൽ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള ഇവരുടെ രണ്ടുപേരുടെ നിലപാട് ഒന്നാണ്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നിലപാടൊന്നാണ്. 2016 മുമ്പും ഈ കരിമണൽ കൊള്ള ഇവിടെ നടന്നിരുന്നു. അതിൻ്റെ തെളിവാണല്ലോ ഇന്ന് മന്ത്രിസഭയിലുള്ള പലരും CMRന്റെ ലിസ്റ്റിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കൊള്ള വീണ്ടും തുടരാൻ എന്തിനെ കേരള സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കമ്പനികളുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതിനുള്ള പ്രത്യേക രസം ഞാൻ അറിഞ്ഞില്ല ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു കരാറുണ്ടായില്ല എന്ന് അവിടെ ഇത്രയും ദിവസത്തിനിടയിൽ മുഖ്യമന്ത്രിയോട് ഇത്തരത്തിലൊരു കരാറുണ്ടെന്ന് KMML കരാറുണ്ടോ എന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി അറിഞ്ഞില്ലേ? KMMLന്റെ ഡയറക്ടർമാർ അറിഞ്ഞില്ലേ? വ്യവസായ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലേ? എന്നിട്ട് അദ്ദേഹം എന്താ ഈ കരാറിനെ കുറിച്ച് മിണ്ടാത്തത്? കരാറിന് സെലക്ട് ചെയ്തിട്ടുള്ളൂ, കരാർ ഒപ്പിട്ടുണ്ടോ ഇപ്പോഴും അറിയില്ല. ഞാൻ വിശ്വാസം കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷേ സെലക്ഷൻ പ്രോസസ്സിൽ വളരെ കൃത്യമായി KMML പറഞ്ഞിട്ടുണ്ട്. മിഡ് വെസ്റ്റ് കമ്പനി NSE അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ സെലക്റ്റഡ് ആയെന്ന്. ഇങ്ങനെ ഒരു കരാർ സെലക്റ്റഡ് ആകാതെ എന്നാണെങ്കിൽ അവർക്ക് അറിയിക്കാൻ കഴിയില്ലല്ലോ. ഇതിൻ്റെ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ബഡ്ജറ്റിൽ സ്വകാര്യവൽക്കരണമെന്ന് പ്രഖ്യാപിച്ചത് പോലും ഈ കമ്പനിക്ക് വേണ്ടിയല്ലേ? അല്ല, പറഞ്ഞല്ലോ, അത് വളരെ കൃത്യമായിട്ട് തന്നെ ഇന്നലെ ഞാൻ PGയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഈ കൊറിഡോർ അത് ഇവിടെ മാത്രമല്ല, P. രാജീവ് പറഞ്ഞിരുന്നു. P. രാജീവ് ഇതേ സ്ഥാനം പറഞ്ഞിരുന്നു. ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കാര്യം ഇത് തോണ്ടിയിട്ട് ഇവർക്ക് കൊടുക്കാനാണ്. പിന്നെ എന്തിനാ പൊതുമേഖല ഏൽപ്പിക്കുന്നത്? ഇത് പൊതുമേഖലയുടെ പ്രോസസ് ചെയ്യേണ്ട പല ഘടകങ്ങളുണ്ടാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിൽ വ്യവസായവൽക്കരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് പറഞ്ഞ 100-200 കോടി രൂപയാണ്. 200 കോടി രൂപ മാറ്റി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് പൊതുമേഖലയിൽ കേരള സർക്കാരിന് ചെയ്തുകൂടാ? അപ്പോൾ കൈക്കൂലി മേടിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ 10-25 വർഷമുണ്ടായിട്ട് കോൺഗ്രസും CPM നടത്തുന്ന കച്ചവടമാണ്. ആ കച്ചവടം ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ഇവിടെ നിൽക്കുമ്പോൾ, കേരളത്തിൽ ഇത്രയും വലിയ വിവാദമായി നിൽക്കുന്ന മാസപ്പടി കേസ് നിലനിൽക്കുമ്പോൾ പോലും വീണ്ടും അടുത്ത കച്ചവടത്തിന് കോപ്പ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ് അറിയാതെ, V.D. സതീശൻ അറിയാതെ എന്ന് പറയാൻ പറ്റുമോ? 100% അദ്ദേഹം അറിഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞതിന് മറുപടി പറയുമ്പോൾ KMML ഇത്തരത്തിലുള്ളൊരു ടെൻഡർ വിളിച്ചു എന്നും KMML ഇത്തരത്തിലുള്ള ധാരണ മിഡ് വെസ്റ്റ് കമ്പനിയായിട്ട് ഒപ്പിട്ടു എന്നും മുഖ്യമന്ത്രി കരുതില്ല. മുഖ്യമന്ത്രി എന്താ ഇനി പറയാൻ പോകുന്നത്? അതൊരു ഉപകരാറാണ് അല്ലേ? അതൊരു ഉപകരാറാണ്. ആ ഉപകരാറിൻ്റെ വ്യവസ്ഥകൾ നിങ്ങളൊന്ന് വായിക്കണം. ഇവർക്കല്ലാതെ, ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അല്ലാതെ KMMLന് നിങ്ങൾ ആ ലിസ്റ്റ് വായിക്കണം. KMMLന് പുറത്ത് ഒരു ഗ്രാം സാധനം കൊടുക്കാൻ അവകാശമില്ല. അത്ര ലോക്ക്ഡായിട്ടൊരു കരാറാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതൊരു ഉപകരാറാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് കരാർ. KMMLന്റെ മുഴുവൻ സാധനം അവരാണ് കൊടുക്കുന്നത്. അപ്പോൾ അല്ല, മന്ത്രി അറിയാതെ ഇങ്ങനൊരു കാര്യം നടക്കുമോ? മന്ത്രിസഭ വന്നു ഇത്രയും ദിവസമായി, ഇത്തരത്തിൽ KMML ഒരു കരാറുണ്ടായിട്ടുണ്ട് എന്ന് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അറിയാൻ മേലെ. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇത് ആസൂത്രിതമാണ്. ഈ കമ്പനിക്ക് വേണ്ടിയാണ് ബഡ്ജറ്റിൽ അങ്ങനെ പ്രഖ്യാപനം നടത്തിയത്. എന്നിട്ട് അത് തിരുത്തി എന്നുള്ളത് ശരിയാണ്. തിരുത്തിയെന്നുണ്ടെങ്കിൽ ഈ കരാർ ഇവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അല്ലെങ്കിൽ ഇത് വലിയൊരു അഴിമതിയാണെന്ന് മാത്രമേ കഴിയാൻ കഴിയൂ. ഇത് ഒരു കാരണവശാലും ഈ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി അറിയിക്കുന്നു. അല്ല, അതിൻ്റെ പ്രൂഫുകൾ എൻ്റെ ഇല്ല. ഞാൻ ഒരിക്കലും എനിക്ക് തെളിവില്ലാത്തൊരു കാര്യം ഞാൻ പറയാനില്ല. പക്ഷേ ഈ കമ്പനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, ഈ കമ്പനിയല്ല, ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും വളരെ ആസൂത്രിതമായി കേരളത്തിൽ ഭരണം ലഭിക്കാൻ പോകുന്ന മുന്നണിയിലേക്ക് പണം ഒഴുകി വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അല്ല, ഓൾറെഡി എൻ്റെ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസിൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചുകൊണ്ട് 2024 ഡിസംബർ മാസം 11 കേരള ഹൈക്കോടതി കേരള ചീഫ് സെക്രട്ടറിയോട് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ രേഖകൾ സഹിതം ഞാൻ കേരള ഹൈക്കോടതിയിൽ എൻ്റെ പെറ്റീഷൻ വീണ്ടും ഇനിഷ്യേറ്റ് ചെയ്യും. ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? മിഡ് വെസ്റ്റ്
ഞാൻ തരാം തരാം. നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ ഓക്കെ അല്ലേ? ശ്രീധരനുണ്ട്. വരട്ടെ, നിയമം വരുമ്പോൾ എല്ലായിടത്തും. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ പ്രതികരണം നടത്തിയാൽ ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ നിന്നും അതിൻ്റെ ശ്രദ്ധ മാറിപ്പോകും. ഞാൻ ആനയുടെ കാര്യം പറയാൻ വരുമ്പോൾ നിങ്ങൾ ആടിൻ്റെ കാര്യം ചോദിക്കും, ആടിൻ്റെ പറയാൻ പോകും. ഞാൻ വളരെ ഗൗരവമുള്ള വിഷയം കഴിഞ്ഞ് ഞാൻ ജില്ലാ പ്രസിഡന്റും കൂടെ കഴിഞ്ഞ ദിവസം വലിയ കാര്യമായിട്ട് പത്രസമ്മേളനം നടത്തി. അവസാനം ഞങ്ങൾ പറഞ്ഞെന്ത് നിങ്ങൾ കൊടുത്തതെന്ത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയമല്ലാതെ മറ്റൊരു കാര്യം ഞാൻ പ്രതികരിക്കാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയെല്ലാം പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രതികരിക്കും. അല്ല, അത് ഞാൻ മാത്രമല്ലല്ലോ സുഹൃത്ത്. ബി ജെ പിയിലുള്ള എത്രയോ നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട്, അവർ പ്രതികരിക്കും. പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ വായി നീ ഇതല്ലാതെ ഇന്നൊന്നും ചാടില്ല, പാടില്ല. ഇത് കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത് കൊടുക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയം ലഘൂകരിക്കാൻ മറ്റൊരു വിഷയത്തിനും ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ ഡോക്യുമെൻ്റ് വായിച്ചു നോക്ക്. NSE അവരെ അറിയിച്ചു. ചിലപ്പോൾ MOU ആയിരിക്കാം. സെലക്ഷൻ പ്രോസസ്സ്, ടെൻഡറിലൂടെ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കുറേ ഓൾട്ടറേഷൻസ് അവർ പറയുന്നുണ്ട്. അവരും പറയുന്നുണ്ട് ഇതിനകത്ത് ടെൻഡറിൽ വന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ ടെൻഡർ നടപടിയിൽ വ്യതിചലിക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് ഈ മിഡ് വെസ്റ്റ് കമ്പനി നടത്തിയിട്ടുള്ള 2 കമ്മ്യൂണിക്കേഷനും KMML നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനി എനിക്ക് കിട്ടാനുണ്ട്. അതും കൂടെ വന്നാലേ ക്ലിയർ ആവുള്ളൂ. പക്ഷേ സംഭവം വ്യക്തമാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കളവാണ്. അക്കാര്യത്തിൽ ഒരു സംശയമാണ്. പുള്ളി പറയാൻ പോകുന്ന ഒരു രൂപകരാറല്ല, ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഒരു കമ്പനിയുടെ മുഴുവൻ മെറ്റീരിയൽസും ഒരു കമ്പനിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു വൻകിട, ഒരു സാധാരണ കമ്പനിയൊന്നുമല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്ക്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ കമ്പനികളൊന്നാണിത്. ഈ കമ്പനി അങ്ങനെ വന്നതും പോയതും ഒന്നും VD സതീശൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മറ്റേ ബക്കാടി ബീസറിൻ്റെ കാര്യം പറഞ്ഞായി. പുള്ളി അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വലിയ താമസമില്ലാതെ മുഖ്യമന്ത്രി ഓക്കെ അല്ലേ? ക്ലിയർ? കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കും. ഓക്കെ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.